إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതം ഉള്ളും പുറവും ഒരുപോലെ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ ശരീരത്തിലൂടെ പുറമേക്ക് പ്രകടമാകുന്ന നന്മകൾ, സൽക്കർമ്മങ്ങൾ, ആളുകൾ നമ്മെ വീക്ഷിക്കുന്ന പൊതുമേഖലകൾ, പൊതു ഇടങ്ങൾ, അവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ സ്തുത്യർഹമായ വിശേഷണങ്ങൾ അതുകൊണ്ട് അലങ്കൃതരാകുന്നതാകുന്ന പോലെ ആളുകൾ കാണാത്ത, അള്ളാഹുവിന് നമുക്ക് മാത്രം അറിയുന്ന രംഗങ്ങളിൽ, നമ്മുടെ ഉള്ളകങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ട മഹത്തായ ഗുണങ്ങളും നമ്മുടെ കൽബിനെ നശിപ്പിക്കുന്ന മോശമായ അവസ്ഥകളും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ വിലക്കിയ എന്തെങ്കിലും ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ശിക്ഷിക്കപ്പെടും. പുറമേക്ക് പ്രവർത്തനങ്ങളിൽ ഹറാമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിന് കീഴൊതുങ്ങി വിനയാന്വിതരായി താഴ്മയോടെ ജീവിക്കുക എന്നത്, അഹങ്കാരവും താൻ പോരിമയും ഇല്ലാതിരിക്കുക എന്നത് അക്കൂട്ടത്തിൽ ഒരു മുസ്ലിം ഗൗരവത്തിൽ വിലയിരുത്തേണ്ടുന്ന ഒരു ഗുണമാണ്. എത്രത്തോളം ഒരാൾക്ക് വിനയവും താഴ്മയും വർദ്ധിക്കുന്നുവോ അത്രത്തോളം അവൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായി മാറുന്നു. അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് അവന് വർദ്ധിക്കുന്നു. എത്രത്തോളം ഹൃദയത്തിൽ അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും താൻ പോരിമയും വർദ്ധിക്കുന്നുവോ അത്രത്തോളം അവൻ അള്ളാഹുവിൽ നിന്ന് അകലുന്നു, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകലുന്നു. സഹോദരങ്ങളെ, സാക്ഷാൽ ഇബ്ലീസ് എന്തുകൊണ്ടാണ് അവൻ ശപിക്കപ്പെട്ടവനായത്? എന്തുകൊണ്ടാണ് അവൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലഅനത്തുണ്ടായത്? എന്തുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? മലക്കുകൾക്കിടയിൽ വിശിഷ്ടനായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇബ്ലീസ്. ഇബ്ലീസിനെ ഇബ്ലീസാക്കിയത് അഹങ്കാരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് വിസമ്മതിച്ചു, അഹങ്കരിച്ചു.
തന്നെയും ആദമിനെയും പടച്ച റബ്ബിന്റെ കൽപ്പന അവൻ ധിക്കരിച്ചു. അല്ലാഹു പറഞ്ഞില്ലേ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ നാം കൽപ്പിച്ചു. ആ കൂട്ടത്തിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു. ഇബ്ലീസ് ഒഴികെ ബാക്കി മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. അബാ വസ്തക്ബർ, അവൻ വിസമ്മതിച്ചു, അഹങ്കാരം നടിച്ചു. വകാന മിനൽ കാഫിരീൻ, കാലാകാലം നിഷേധികളുടെ, കാഫിറുകളെ നയിക്കുന്നവരുടെ കൂട്ടത്തിൽ അഭിശപ്തനായി ഇബ്ലീസ് മാറുകയുണ്ടായി. സഹോദരങ്ങളെ, യഹൂദികൾ ഇന്നും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അക്രമവും അനീതിയും തോന്നിവാസവും അഴിച്ചുവിടുന്ന സാക്ഷാൽ ജൂതന്മാർ. എന്തുകൊണ്ടാണ് അവർ ജൂതന്മാരായി തീർന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ അവർക്കറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിലൂടെ അവർ മനസ്സിലാക്കിയിരുന്നു. കൺമുമ്പിൽ അവിടുന്ന് നിയുക്തനായിട്ടും അവർ കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കി. എന്താണ് കാരണം? അവരുടെ അഹങ്കാരമായിരുന്നു. സത്യത്തിന് കീഴൊതുങ്ങാതിരിക്കാനുള്ള അഹന്തയായിരുന്നു. അബൂജഹൽ, സാക്ഷാൽ അബൂജഹലിനെ സത്യത്തിൽ നിന്ന് അകറ്റിയത് അഹങ്കാരമായിരുന്നു. മുനാഫിക്കുകളുടെ നേതാവായ, ഷിയാഇസത്തിന് ജൂത ചെലവിൽ വിത്തുപാകിയ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ, അയാളെ മുനാഫിക്കുകളുടെ നേതാവാക്കിയത്, ഇസ്ലാമിനകത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ വിത്തുപാകാൻ കാരണമാക്കിയത് അഹങ്കാരമായിരുന്നു, ധിക്കാരമായിരുന്നു, സത്യത്തിനോടുള്ള ബോധപൂർവമുള്ള അവമതിപ്പായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ച സാക്ഷാൽ ഖുറൈശികളെ അവരെ കുറിച്ച് പറഞ്ഞു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടപ്പോൾ, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവിൻ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു. യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുന്നതിൽ നിന്ന് അഹങ്കരിച്ചു പുറംതിരിഞ്ഞു. മക്ക മുശ്രിക്കുകളെ സാക്ഷാൽ മക്ക മുശ്രിക്കുകളാക്കിയത് അഹങ്കാരമായിരുന്നു. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ജനസഞ്ചയങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടായത്, അവർക്കതിന് കാരണമായത് സത്യത്തോടുള്ള ധിക്കാരവും അവരുടെ അഹങ്കാരവുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അമ്പിയാക്കൾ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അമ്പിയാക്കൾ യഥേഷ്ടം നിയോഗിക്കപ്പെട്ട ബനൂ ഇസ്രായേലിലെ സമൂഹം, ഒരു നബിയുടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അപരനാമത്തിൽ ഇസ്രായേലിന്റെ സന്തതികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയ സാക്ഷാൽ ബനൂ ഇസ്രായേല്യർ, ഒരുപക്ഷെ ഖുർആനിൽ അവരോളം അള്ളാഹു ചരിത്രം വിശദീകരിച്ച മറ്റൊരു സമൂഹം ഉണ്ടാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുൽ ഇൽം ബഗ്യൻ ബൈനഹും, അവർ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം, അവർക്ക് ലഭിച്ച അമ്പിയാക്കളിലൂടെ കിതാബുകളിലൂടെ ലഭിച്ച സന്മാർഗ ദർശനം, ഈ ദീനിന്റെ വഹീന്റെ പ്രകാശം, അറിവ്, അതിൽ നിന്ന് അവർ ഭിന്നിച്ചിട്ടില്ല. ബഗ്യൻ ബൈനഹും, അവർക്കിടയിൽ ദുനിയാവിലെ അധികാരവും സ്ഥാനവും മാത്സര്യവും ഉണ്ടായതുകൊണ്ടല്ലാതെ, ദുനിയാവിന് വേണ്ടി തലബൻ ലിറിഫഅതി വറിആസ, മുഫസ്സിറുകൾ പറയുന്നു, ദുനിയാവിലെ നേതൃത്വവും അധികാരവും അഹങ്കാരവും പെരുമയും പൊങ്ങച്ചവും മാത്സര്യവും കൊണ്ടല്ലാതെ സത്യം അവരുടെ കൺമുമ്പിൽ വന്നെത്തിയിട്ടും അവർ അതിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടില്ല. ബനൂ ഇസ്രായേലിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരെ പറ്റി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരിലേക്ക് നിയുക്തരാക്കിയ അമ്പിയാക്കൾ അവർ കളവാക്കി, അവർ അവതരിപ്പിച്ച ദീനിന്റെ ഹക്കിനെ അവർ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു, ധിക്കാരികളായി ഭൂമിയിൽ വിലസി. അവർ ചില അമ്പിയാക്കളെ നിഷ്കരുണം നിർഭയം അവർ വധിച്ചു കളഞ്ഞു, അവരെ ശിരസറുത്തു.
അല്ലാഹു പറഞ്ഞു അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വ അൻഫുസുകും, നിങ്ങളിലേക്ക് മുർസലീങ്ങൾ വന്നപ്പോൾ അവർ വന്നത് പലതും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു. ബിമാ ലാ തഹ്വ അൻഫുസുകും, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, നിങ്ങൾ ഇഷ്ടമുള്ളതായി തോന്നിവാസമായി കൊണ്ടു നടന്ന കാര്യങ്ങൾ അവർ വിലക്കി. നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞപ്പോൾ വിലക്കിയപ്പോൾ. ദീൻ അങ്ങനെയാണ്, നമുക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യുക എന്നത് ദീനല്ല. മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്ക് കോപ്പ് കൂട്ടി കൊടുക്കുക, മനുഷ്യന്റെ ഇച്ഛകൾക്ക് അവസരമൊരുക്കി കൊടുക്കുക എന്നത് ദീനല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദേഹേച്ഛകൾ, മനുഷ്യന്റെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് മറയിടപ്പെട്ടത് നരകമാണ്. അതുകൊണ്ട് നരകം, അതിലേക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, തോന്നിയതുപോലെ ജീവിക്കാം, സ്വാതന്ത്ര്യത്തിൽ ആറാടാം. സ്വർഗം അത് മറയിടപ്പെട്ടത് മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അല്പം പ്രയാസം സഹിച്ച്, ത്യാഗം സഹിച്ച് പണിയെടുത്താലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മുർസലുകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇസ്തക്ബർതും, നിങ്ങൾ അവരോട് അഹങ്കാരം നടിച്ചു, നിങ്ങൾ അതിൽ നിന്ന് പുറംതിരിഞ്ഞു, തോന്നിയതുപോലെ ജീവിക്കാമെന്ന് നിങ്ങൾ വീമ്പിളക്കി. ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ, അവരിൽ ചിലരെ നിങ്ങൾ കളവാക്കി, ചില അമ്പിയാക്കളെ നിങ്ങൾ കളവാക്കി. വഫരീഖൻ തഖ്തുലൂൻ, ചിലരെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ധിക്കാരവും നിഷേധവും തോന്നിവാസവും കളിയാക്കലും കളവാക്കലും കൊന്നൊടുക്കലും വംശഹത്യയുമെല്ലാം സമൂഹത്തിൽ നടമാടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അഹങ്കാരമാണ്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള പുറംതിരിയലാണ്, ധിക്കാരമാണ്. സാക്ഷാൽ മുനാഫിക്കുകൾ, ഞാൻ നേരത്തെ സൂചന നൽകുകയുണ്ടായി, മുനാഫിക്കുകളെ മുനാഫിക്കുകളാക്കിയത് ഉള്ളിൽ ഇസ്ലാമിനോടുള്ള ശത്രുതയും വെറുപ്പും കുഫ്റും പേറി പുറമേ കാട്ടിൻ തോനണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ ഇസ്ലാമിനെ അഭിനയിക്കുന്ന കപടനാട്യക്കാർ, മുനാഫിക്കുകൾ, അവരെ മുനാഫിക്കുകളാക്കിയത് ഈ അഹങ്കാരം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ വരൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് വരൂ, അവിടുത്തെ ഉത്ബോധനങ്ങൾ സ്വീകരിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീഴ്ചകൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടിയേക്കാം. ലൗവ റൂസഹും, അല്ലാഹുവിലേക്ക് വരൂ, അവന്റെ റസൂലിലേക്ക് വരൂ, ദീനിന്റെ നന്മകളിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ലൗവ റൂസഹും, അവർ തലതിരിച്ചു കളയും, മുഖം തിരിച്ചു കളയും. ഇതാ ഖുർആനിലുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലുണ്ട് എന്ന് ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ ചിലരോട് പറയപ്പെട്ടാൽ, അങ്ങനെ ആയത്തിലും ഹദീസിലും ഒക്കെ പലതും ഉണ്ടാവും, എനിക്കതൊന്നും കേൾക്കാൻ വയ്യ എന്ന ഭാവത്തോടെ പുറംതിരിഞ്ഞു നടക്കുന്നവർക്ക് സമാനരായി മുനാഫിക്കുകളെന്ന് പുറംതിരിഞ്ഞു, തലതിരിച്ചു കളഞ്ഞു. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ അധ്യാപനങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അഹങ്കരിച്ച് തിരിഞ്ഞു നടക്കുന്നവരായി നിനക്കവരെ കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ പറ്റി പറയുന്നു. സഹോദരങ്ങളെ, തീർന്നില്ല. മുൻകാല സമൂഹങ്ങളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ പരിഭാഷ എടുത്തു മറിച്ചു നോക്കൂ നിങ്ങൾ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം മഹാപ്രളയത്തിൽ, തൂഫാനിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുല്യതയില്ലാത്ത വിധം നിഷ്കാസനം ചെയ്തു. എന്തായിരുന്നു കാരണം? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 1000ഓളം വർഷം ആ സമൂഹത്തെ രാവും പകലുമില്ലാതെ രഹസ്യമായും പരസ്യമായും അല്ലാഹുവിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചു, പ്രബോധനം ചെയ്തു. അവരെന്തു ചെയ്തു? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയാളം അല്ലാഹുവിലേക്കുള്ള ക്ഷണം കേൾക്കാതിരിക്കാൻ കാതിൽ വിരൽ തിരുകി വെച്ചു. അവർ വസ്ത്രം കൊണ്ടവർ തലമൂടി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതിരിക്കാൻ, അദ്ദേഹം ശ്രദ്ധിക്കാതിരിക്കാൻ, അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കാതിൽ വിരൽ തിരുകി വസ്ത്രം കൊണ്ട് ശരീരം മൂടി. വഅസറു, അവരുടെ തോന്നിവാസത്തിൽ അവർ ആണ്ടുപോയി. വസ്തക്ബറു, അങ്ങനെ അവർ അഹങ്കരിച്ചു. ഇസ്തിക്ബാറ, തുല്യതയില്ലാത്ത വിധം അഹങ്കരിച്ചവർ പുറംതിരിഞ്ഞു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അല്ലാഹു സമാനതകളില്ലാതെ അവരെ കൊന്നൊടുക്കി. സുബ്ഹാനല്ലാഹ്. ഫിർഔൻ, സാക്ഷാൽ ഫിർഔൻ, ഫിർഔനിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വസ്തക്ബറ ഹുവ വജുനൂദുഹു, ഫിർഔനും അവന്റെ അനുയായികളും അഹങ്കരിച്ചു. ഫിൽ അർദ് ബിഗൈരിൽ ഹഖ്,
ഭൂമിയിൽ അന്യായമായി ഒരു ന്യായവുമില്ലാതെ ആളുകളോട് അനീതിയും അക്രമവും സ്വേച്ഛാധിപത്യവും കാഴ്ചവെച്ച് ഫിർഔനും സമൂഹവും അഹങ്കരിച്ചു. വദന്നു അന്നഹും ഇലൈനാ ലാ യുർജഊൻ, അവർ വിചാരിച്ചു ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരല്ല, മരിച്ചതിനു ശേഷം ഇനിയൊരു ജീവിതമുണ്ട്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുമെന്ന ചിന്ത ഫിർഔനിനും കൂട്ടർക്കും ഉണ്ടായില്ല. ഫഅഖദ്നാഹു വജുനൂദഹു ഫനബദ്നാഹും ഫിൽ യം, അല്ലാഹു പറഞ്ഞു ഫിർഔനെയും അവന്റെ സൈന്യത്തെയും നാം പിടികൂടുകയുണ്ടായി, കടലിൽ മുക്കി അവരെ നശിപ്പിക്കുകയുണ്ടായി. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള അക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു? ഇപ്രകാരമായിരുന്നു. അഹങ്കാരം കൊണ്ടായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചത്. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം, സാക്ഷാൽ ആദ് ഗോത്രം, അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഭൂമിയിൽ അവർ അഹങ്കരിച്ചു, അന്യായമായ ധിക്കാരം പുലർത്തി. അവർ പരസ്പരം പറഞ്ഞു വഖാലു മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരാണുള്ളത്, ഞങ്ങളെക്കാൾ പ്രബലരാരാണുള്ളത്. അവലം യറൂ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അല്ലാഹു മറുപടി പറഞ്ഞു അവരെ സൃഷ്ടിച്ച റബ്ബിനല്ലയോ ഏറ്റവും വലിയ ശക്തിയുള്ളത്, ആ റബ്ബിനെ അവർ കാണുന്നില്ലേ? വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ധിക്കരിച്ചു, നിഷേധിച്ചു കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാറ്റിനയച്ച് അല്ലാഹു അവരെ നശിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, സകല അമ്പിയാക്കളും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിയുക്തരാകപ്പെട്ടപ്പോൾ അവരെ ധിക്കരിച്ച, അമ്പിയാക്കളുടെ ദഅവത്തിന് സ്വീകാര്യത കൽപ്പിക്കാതിരുന്ന, അതിനോട് പുറംതിരിഞ്ഞ ആളുകളുടെ വിശേഷണം അഹങ്കാരമായിരുന്നു എന്ന് പൊതുവായി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു പറഞ്ഞു ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമി, ശുഐബ് നബിയുടെ സമൂഹത്തിലെ പ്രമാണിമാർ അവർ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു ലനുഖ്രിജന്നക യാ ശുഐബ്, ഓ ശുഐബ് താങ്കളെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, ഈ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കും. വല്ലദീന ആമനൂ മഅക മിൻ ഖർയതിനാ, ഈ നാട്ടിൽ നിന്ന് താങ്കളോടൊപ്പം വിശ്വാസത്തിൽ നിലകൊണ്ടവരെയും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നിടത്തേക്ക്, ഞങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ദീനിലേക്ക് താങ്കൾ മടങ്ങി വരണമെന്ന് ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭീഷണിപ്പെടുത്തിയതും ആ നാട്ടിലെ അഹങ്കാരികളായ പ്രമാണികളായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയവേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ പറ്റി പറയവേ വീണ്ടും പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔൻ വധഭീഷണി നടത്തി. ദർനി അഖ്തുൽ മൂസ വൽയദ്ഉ റബ്ബഹ്, എന്നെ വെറുതെ വിടൂ നിങ്ങൾ, മൂസായെ ഞാൻ കൊല്ലും, മൂസായെ ഞാൻ വധിക്കും. വൽയദ്ഉ റബ്ബഹ്, മൂസാന്റെ റബ്ബുണ്ടല്ലോ, അവൻ ആ റബ്ബിനെ വിളിച്ചു കൊള്ളട്ടെ, എന്താണ് സംഭവിക്കുക എന്ന് നോക്കാമല്ലോ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ഫിർഔൻ വധഭീഷണി മുഴക്കിയപ്പോൾ അല്ലാഹു പറയുകയാണ് മൂസാ നബിയുടെ പ്രാർത്ഥനയെ പറ്റി. വഖാല മൂസാ നബി പറഞ്ഞു ഇന്നി ഉത്തു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. അല്ലാഹുവേ, നിന്നോടിതാ, എന്റെ റബ്ബിനോട് മൂസ അവനെ വെറുതെ വിടുക, മൂസ അവന്റെ റബ്ബിനെ വിളിച്ചു തേടിക്കൊള്ളട്ടെ എന്ന് ഫിർഔൻ പറഞ്ഞപ്പോൾ അതേ നാണയത്തിൽ അല്ലാഹു മറുപടി നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി പറഞ്ഞതായി പറഞ്ഞു എന്റെ മാത്രം റബ്ബല്ല, ബിറബ്ബി വറബ്ബിക്കും, നിന്റെയും റബ്ബാണ് അവൻ, ആ റബ്ബിനോട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു, എല്ലാ അഹങ്കാരികളിൽ നിന്നും, ധിക്കാരികളിൽ നിന്നും, വിചാരണയുടെ ദിവസത്തിൽ വിശ്വസിക്കാത്തവരിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അമ്പിയാക്കൾ അവരുടെ പ്രാർത്ഥനകളിൽ നിന്ന് അഹങ്കാരികളും ധിക്കാരികളും ഒഴിവാകുന്നു. അവരുടെ ശർറിൽ നിന്ന് അമ്പിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിച്ചിരുന്നു. അവരുടെ പ്രബോധിത സമൂഹത്തിലെ ധിക്കാരികളും അഹങ്കാരികളും ഈ പ്രാർത്ഥനയിൽ എക്കാലത്തും ഉൾപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അഹങ്കാരത്തിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ നമുക്ക് വായിക്കാം. യഥാർത്ഥത്തിൽ ഈ അഹങ്കാരമാണ് ഇന്നും ഇക്കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിൽ സത്യത്തിനോടും ദീനിനോടും കൂറുപുലർത്താൻ ആളുകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാമാരിയായി വ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ ഭയക്കണം. നമ്മുടെ ഹൃദയത്തിൽ തോന്നിവാസങ്ങളോട്, തന്നിഷ്ടങ്ങളോട് അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനം ഇതാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇച്ഛകളും നമ്മുടെ അഭീഷ്ടങ്ങളും അതിനു മുകളിൽ കാലെടുത്തു വെക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഭയക്കണം. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം പിടികൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഭയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ സത്യം സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ മുദ്ര വെക്കുന്നത് ഇത്തരത്തിലുള്ള അഹങ്കാരികൾക്കാണ്. കദാലിക യത്ബഉ അല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ. അല്ലാഹു പറഞ്ഞു, അപ്രകാരം എല്ലാ ധിക്കാരികളും തോന്നിവാസികളുമായ ആളുകളുടെ ഹൃദയത്തിനുമേൽ നാം മുദ്ര വെക്കുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ സത്യം സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞുപോകും. ദീനിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കാതാകും. അള്ളാഹു അവരോട് കോപിക്കും. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരു ധിക്കാരിയെയും ഒരു പൊങ്ങച്ചക്കാരനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾ കാണാതെ അവർ തെറ്റിക്കപ്പെടും. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഭൂമിയിൽ അന്യായമായി അഹങ്കരിക്കുന്ന ആളുകൾ, അവരെ തൊട്ടെന്റെ ആയത്തുകൾ ഞാൻ തെറ്റിച്ചു കളയും. സത്യം സത്യമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. ബാത്തിലിനെ, തോന്നിവാസങ്ങളെ മേന്മയായവർ കൊണ്ടു നടക്കും. അള്ളാഹുവിന്റെ ദീനിനോട് അവർ പുറംതിരിഞ്ഞു നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ശിക്ഷയാണ്, ഹൃദയത്തിന് വെക്കുന്ന മുദ്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുരന്തത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാത്രമല്ല ഇത്തരക്കാർ അവർക്ക് നൈമിഷികമായ ദുനിയാവിലെ ശിക്ഷകൾ പൊടുന്നനെ ഇറങ്ങാൻ അവർ അഹങ്കാരവും ദീനിനോടുള്ള ധിക്കാരവും കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ ഇടത് കൈ കൊണ്ട് തിന്നുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ് തിന്നലും കുടിക്കലും വലതു കൈ കൊണ്ടായിരിക്കണം. നമ്മളിൽ പലരും വലതു കൈ കൊണ്ട് തിന്നും, പക്ഷേ ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ആളുകളെ ധാരാളം കാണാം. തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടത് വലതു കൈ കൊണ്ടാണ്. ഒരിക്കൽ നബിയുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, കുൽ ബി യമീനിക്, വലത് കൈ കൊണ്ട് തിന്നുക. അയാൾ പറഞ്ഞു, ലാ അസ്തതിയ, എനിക്ക് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ലസ്തതഅത മാ മനഅഹു ഇല്ലൽ കിബ്ർ, എങ്കിൽ നിനക്കതിന് കഴിയാതിരിക്കട്ടെ. അയാൾ നബി വലത് കൈ കൊണ്ട് തിന്നുക എന്ന് പറഞ്ഞപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞത് അഹങ്കാരം കൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിനക്കതിന് ഇനി കഴിയാതിരിക്കട്ടെ. പിന്നീട് മരിക്കുവോളം അയാൾ ആ കൈ ഉയർത്തിയിട്ടില്ല എന്നതാണ്. അയാളുടെ കൈ തളർന്നുപോയി എന്നാണ്, അയാളുടെ കൈ ശോഷിച്ചു പോയി എന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനോട് ഇപ്രകാരം പുറംതിരിഞ്ഞു നിൽക്കുന്നവർ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക, കുടിക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമാന്യം ലളിതമായ സുന്നത്തിനോട് പോലും ഇങ്ങനെയുള്ള ധിക്കാരവും അഹങ്കാരവും വെച്ച് പുലർത്തുകയാണെങ്കിൽ നമ്മൾ എത്ര വലിയ വിധിവിലക്കുകളാണ് പുച്ഛത്തോടെ, അലംഭാവത്തോടെ, ലാഘവ ബുദ്ധിയോടെ കാറ്റിൽ തെറിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അത്തരക്കാർ ഭയപ്പെടണമെന്നാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് നമുക്ക് വായിക്കാം. ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ തുഅ്ജിബുഹു നഫ്സഹു, ഒരു മനുഷ്യൻ നല്ല മുന്തിയ ഉടയാടയും വസ്ത്രവും ധരിച്ചുകൊണ്ട് സ്വയം അത്ഭുതം കൂറി അഭിമാനിയായി നടക്കുകയാണ് ഭൂമിയിലൂടെ. മുറജ്ജിലുൻ റഅസഹു, അവൻ തലയെല്ലാം വൃത്തിയായി വാരി ചീകി ഒതുക്കിയിട്ടുണ്ട്, നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. യഖ്താലു ഫീ മശ്യതി, പക്ഷേ അവന്റെ അഹങ്കാരത്തിൽ അവൻ നടക്കുന്നത് അഭിമാനിയായിട്ടാണ്. ഭൂമിയിലൂടെ അവൻ നടക്കുന്ന അല്പം പൊങ്ങച്ചത്തോടെയാണ്. ഇദ് ഖസഫ അല്ലാഹു ബിഹി ഫഹുവ യതജൽജലു ഫിൽ അർളി ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു അഹങ്കാര നിമിത്തം താൻ ധരിച്ച ഉടയാടകളും വസ്ത്രങ്ങളും തന്റെ ബാഹ്യമോടിയും പുറംപൂച്ചും തന്റെ ഹെയർ സ്റ്റൈലും തന്റെ ആകാര സൗഷ്ഠവും തന്റെ മസിൽ പെരുപ്പവും ഒക്കെ അവൻ അഹങ്കാരം വരുത്താനും മനസ്സിൽ ആത്മാഭിമാനിയായി പൊങ്ങച്ചം കാണിക്കാനും കാരണമാക്കിയവൻ ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ, ആ നടത്തത്തിന് കാരണം അതാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനെ വേരോടെ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും. ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമിയുടെ അഗാധഗർത്തങ്ങളിൽ എങ്ങനെ താഴ്ന്നും പൊങ്ങിയും ആയി ശിക്ഷിക്കപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന അനിഷേധ്യമായ ഹദീസാണിത്. എന്താണ് കാരണം? നമുക്ക് ദുനിയാവിൽ ലഭിച്ച വസ്ത്രം കൊണ്ടും പുറമോടി കൊണ്ടും അഹങ്കാരം കാണിച്ചു എന്നതാണ് ഇതിന്റെ കാരണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കുന്നവർ, ആളുകൾക്കിടയിൽ താൻ പോരിമയും പൊങ്ങച്ചും അഹന്തയും കൊണ്ട് അത് ദീനായി കൊണ്ടു നടന്ന ആളുകൾ, അവരെ ഖിയാമത്ത് നാളിൽ അതേ നാണയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമെന്നാണ്.
ചില ഹദീസുകളിൽ കാണാം യുഹ്ശറുൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ ഫീ സുവരി ദർ. ധിക്കാരികളും തോന്നിവാസികളും അഹങ്കാരികളുമായിട്ടുള്ള ആളുകൾ അവരെ ഖിയാമത്ത് നാളിൽ ഈ പൊടി, അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ പാറുന്ന ധൂളികളൊക്കെ ഉണ്ടല്ലോ, അണുമണി, അതിനോളം നിസാരരായി അവർ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. ഒരു വിലയുമില്ലാത്ത, ഒരു പുല്ലുവിലയും കൽപ്പിക്കാത്ത, ഒരണുമണി തൂക്കം പോലും വിലയില്ലാത്ത ധൂളികളെ പോലെ നിസാരരായി, അവർക്ക് മനുഷ്യരൂപമുണ്ടെങ്കിലും അത്രയും നിസാരരായി അല്ലാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് ഖിയാമത്ത് നാൾ. കാരണം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർ വലിയ അഹങ്കാരികളും പൊങ്ങച്ചക്കാരുമായ ആളുകൾക്ക് മുകളിൽ ഉയർന്നു നടന്നവരായിരുന്നു. അല്ലാഹു അവരെ നിസാരരാക്കി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരത്തിന്റെ സകല രൂപങ്ങളിൽ നിന്നും നമ്മെ സുരക്ഷിതരാക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي أولا بتقوى الله. സഹോദരങ്ങളെ, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, لا يدخل الجنة من كان في قلبه مثقال ذرة من كبر. ഒരണുമണി തൂക്കം അഹങ്കാരത്തിന്റെ അംശം ഹൃദയത്തിലുള്ളവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ. ഒരണുമണി തൂക്കം, ഒരു കടുകുമണി തൂക്കം, അതല്ല ഒരു ചെറിയ ഉറുമ്പിന്റെ കനമെങ്കിലും അഹങ്കാരത്തിന്റെ ലാഞ്ചന ഹൃദയത്തിൽ പേറുന്നവർക്ക് സ്വർഗമന്യമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖുർആനിലൂടെ ചോദിച്ചില്ലേ, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. അഹങ്കാരികളും ധിക്കാരികളുമായിട്ടുള്ളവർക്ക് നരകമല്ലയോ സങ്കേതം? അതവർക്ക് സ്വർഗമല്ല സങ്കേതം, അവർക്കർഹമായ സങ്കേതം നരകമാകുന്നു. അല്ലാഹുവിന്റെ ചോദ്യമാണത്, കട്ടായം പറഞ്ഞുള്ള ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിൻ നാർ. നരകാവകാശികളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തക്ബിർ. എല്ലാ അഹങ്കാരിയും തോന്നിവാസിയും ധിക്കാരിയുമായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും നരകത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഭാഷ്യമായി പറഞ്ഞു. നരകം പറഞ്ഞു പോലും, ഇഹ്തജ്ജത്തിൽ ജന്ന വന്നാർ ഫഖാലത്തിൻ നാർ. നരകം പറഞ്ഞു പോലും, ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ. എന്നിലാണ് അഹങ്കാരികളും ധിക്കാരികളും പാർക്കുന്നത്. നരകം അവകാശപ്പെട്ടു പോലും, നരകത്തിന്റെ അവകാശവാദമാണിത്. വഖാലത്തിൽ ജന്ന. സ്വർഗം പറഞ്ഞു പോലും, ജനങ്ങളിലെ ദുർബലരും പാവപ്പെട്ട മിസ്കീന്മാരും അവർക്കുള്ള സങ്കേതം എന്നിലാണ്. എന്നിൽ വസിക്കുന്നത് പാവപ്പെട്ടവരും ദുർബലരുമാണ് എന്ന് സ്വർഗവും, എന്നിൽ വസിക്കുന്നത് ധിക്കാരികളും അഹങ്കാരികളുമാണെന്ന് നരകവും വാദിച്ചതായി സ്വഹീഹ് മുസ്ലിമിൽ വായിക്കാൻ പറ്റുന്ന ഹദീസിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വളരെ ലളിതമായി നിർവചിച്ചു. അൽ കിബ്റു ബതറുൽ ഹഖ് വ ഗംതുൻ നാസ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാണ്. വ ഗംതുൻ നാസ്, ജനങ്ങളെ അന്യായമായി നിന്ദിക്കലുമാകുന്നു. ഇതാണ് അഹങ്കാരത്തിന്റെ രണ്ടു പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ. സത്യത്തെ നിരാകരിക്കുക. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, എന്താണ് സത്യം? എന്താണ് സത്യം? സത്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിലൂടെ, വഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെ, അവിടുത്തെ മൊഴിമുത്തുകളിലൂടെ നമുക്ക് പകർന്നു തന്നു. വഖാല സ്വഹാബ, ആ ഖുർആനും ഹദീസും അനുസരിച്ച് അതിനെ ആദ്യം കേട്ട അതിന്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബത്ത് അവരിങ്ങനെ മനസ്സിലാക്കി, ഇത് മാത്രമാണ് സത്യം, ഇതാണ് പരമമായ സത്യം, ഇതാണ് ആത്യന്തികമായ സത്യം, ഇതിനെ വെല്ലുന്ന മറ്റൊരു സത്യവുമില്ല. ഈ സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണോ നമ്മൾ? അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കി എന്ന ദീനിന്റെ യഥാർത്ഥ സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ നമ്മളാണ് അഹങ്കാരികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഗംതുൻ നാസ്, ആ സത്യം ജനങ്ങളിൽ ആര് നിനക്ക് പകർന്നു തന്നാലും, അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും,
കാൽക്കാശിന് വിലയില്ലാത്ത പട്ടിണിക്കോലമായ ഒരു മിസ്കീനായ മനുഷ്യനാണെങ്കിൽ പോലും അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിച്ചാൽ നീ അത് സ്വീകരിക്കാൻ സന്നദ്ധനാകണം. നീ ആ സത്യത്തിന് സ്വീകാര്യത കൽപ്പിക്കണം. അവഗണിക്കരുത്, നിന്ദിക്കരുത്. നിന്റെ ദുനിയാവ് കൊണ്ട് നീ അഹങ്കാരവും പൊങ്ങച്ചവും നടിക്കരുത്. അതാണ് അഹങ്കാരം. സത്യമെന്നാൽ ആ സത്യത്തെ അനുസരിക്കാതെ ധിക്കരിക്കുകയും അതുപോലെ തന്നെ അത് പകർന്നു നൽകുന്ന ആളുകളെ നിന്ദിക്കുകയും ചെയ്യുക. ഇതാണ് അഹങ്കാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അല്പസമയം കൂടി അനുവദിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ വിശേഷണമാണ് അഹങ്കാരം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വസ്ത്രമാണ് അഹങ്കാരം. അള്ളാഹുവിന്റെ മേലങ്കിയാണ് അഹങ്കാരം. അത് സൃഷ്ടികൾക്ക് അള്ളാഹു വകവെച്ചു കൊടുക്കാൻ അനുവദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞുവല്ലോ, അൽ ഇസ്സു ഇസാരി വൽ കിബ്രിയാഉ റിദായി. എന്റെ വസ്ത്രം അത് പ്രതാപമാകുന്നു, എന്റെ മേലങ്കി അത് അഹന്തയാകുന്നു. അഹങ്കരിക്കാൻ അർഹതയുള്ളവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. അവന് മാത്രമാണ് അതിന് അവകാശമുള്ളത്. എന്നിട്ട് അവൻ പറഞ്ഞു, ഫമൻ യുനാസിഉനി ഫി വാഹിദിൻ മിൻഹുമാ അദബ്തുഹു. ആരെങ്കിലും അന്തസ്സും അഹങ്കാരവും അതിനോട് കിടപിടിക്കാൻ, എന്നിലുള്ള ഈ രണ്ട് ഗുണങ്ങളോട് ഏതെങ്കിലും ഒന്നിനോട് കിടപിടിക്കാൻ ആരാണോ വ്യഗ്രതപ്പെടുന്നത്, അദബ്തുഹു, അവരെ ഞാൻ അതിന്റെ പേരിൽ ശിക്ഷിക്കുമെന്നാണ്. അവരതിന്റെ പേരിൽ ശിക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രതാപം സമ്പൂർണമായ അല്ലാഹുവിന് മാത്രം, അഹങ്കരിക്കാൻ അർഹതയും അല്ലാഹുവിന് മാത്രം. നമ്മൾ വിനയാന്വിതരാകേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന സകല പഴുതുകളും ഇസ്ലാമിലൂടെ നമുക്ക് വിലക്കിയിട്ടുണ്ട്. പുരുഷന്മാർ സ്വർണവും പട്ടും ധരിക്കരുത് എന്ന് വിലക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അഹങ്കാരം അവരിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. നെരിയാണിക്ക് താഴെ പുരുഷന്മാർ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന്, ന്യൂജൻ മുസ്ലിമീങ്ങൾക്ക് ദഹിക്കാത്ത ഇസ്ലാമിന്റെ പുരുഷന്റെ വസ്ത്രധാരണ മര്യാദ, നെരിയാണിക്ക് താഴെ വീണുപോകുന്ന വസ്ത്രം നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുക്കൽ വിനയമാണോ? അഹങ്കാരത്തിനെതിരാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെരിയാണിക്ക് താഴെ ബോധപൂർവം ഒരാൾ വസ്ത്രമെടുത്താൽ മിനൽ ബഖീല, അതാണ് അഹങ്കാരം. ചില ആളുകൾ ഇവിടെ പറയാറുണ്ട്, അഹങ്കാരത്തോടുകൂടി നെരിയാണിക്ക് താഴെ വസ്ത്രം കൊടുക്കാതിരുന്നാൽ മതി, അഹങ്കാരമില്ലാതെ വിനയത്തോടെ വലിച്ചഴിച്ച് നടന്നാലും ഒരു പ്രശ്നമില്ല എന്നാണ്. തെറ്റിദ്ധരിപ്പിക്കലാണത്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ തന്നെ അഹങ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, 3 വിഭാഗം ആളുകൾ, അവരോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു സംസാരിക്കുകയില്ല, അവരെ പാപങ്ങളിൽ നിന്ന് സംസ്കരിക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് നബി 3 തവണ ആവർത്തിച്ചു. ഇത് കേട്ടപ്പോൾ സഹാബത്ത് പറഞ്ഞു, അവർ നഷ്ടക്കാരും പരാജിതരും നരകത്തിൽ ഉൾപ്പെടുന്നവരുമാണല്ലോ റസൂലേ. ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്നാമതായി എണ്ണി, അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന പുരുഷൻ. നെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുക എന്നുള്ളത് അഹങ്കാരത്തിന്റെ അടയാളമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. അല്ല, എനിക്ക് അഹങ്കാരമില്ല, ഞാൻ വലിച്ചഴിച്ച് നടക്കുമെന്ന് പറയുന്നത് ധിക്കാരവും അഹങ്കാരവും അല്ലാതെ മറ്റെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നെരിയാണിക്ക് മുകളിൽ കയറ്റി കൊടുക്കണം, താഴെ കൊടുക്കൽ അഹങ്കാരമാണ്, സാധ്യമല്ല എന്ന ദാസ്യത്തോടെ ഞാൻ അങ്ങനെ നടക്കുമെന്ന് വാശി പിടിക്കുന്നത് അഹങ്കാരമല്ലാതെ മറ്റെന്താണ്? ഇത് മുസ്ലിമിന്റെ നിലവാരമല്ല. സഹോദരങ്ങൾ, ഇങ്ങനെ അഹങ്കാരത്തിലേക്ക് അടുപ്പിക്കുന്ന സകലതും പഴുതടച്ച് ഇസ്ലാമിലേക്ക്. നോക്കൂ നിങ്ങൾ, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഉപദേശിക്കുന്ന ഉപദേശം സൂറത്തു ലുഖ്മാനിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എല്ലാ രംഗങ്ങളിലും ഇസ്ലാമിന്റെ മര്യാദകൾ ഉപദേശിക്കവേ അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുന്നതായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് മുഖം തിരിച്ചു നടക്കരുത്. നിന്റെ മുഖത്ത് നീരസവും വെറുപ്പും ജനങ്ങൾ നിന്നെ അഭിമുഖീകരിക്കുമ്പോൾ മുഖം ധരിക്കുന്നവനായി നീ മാറരുത് മോനെ. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ പൊങ്ങച്ചത്തോടെ നടക്കരുത്. മറ്റു ചില ആയത്തുകളിൽ കാണാം, ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. ഈ ആയത്ത് വായിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ചില ചെറുപ്പക്കാരെ നടത്തമാണ് ഓർമ്മ വരുന്നത്. ഭൂമിയിൽ നീ അഹങ്കരിച്ച് ഭൂമി ചവിട്ടി പിളർത്താനോ പർവ്വത ശിഖരങ്ങളോളം ഉയരത്തിലെത്താനോ നിനക്ക് സാധിക്കുകയില്ല, അല്ലേ? ഈ കാലഘട്ടത്തിലെ ചില ചെറുപ്പക്കാരെ, ന്യൂജൻ കുട്ടികൾ നടത്തം കാണുമ്പോൾ അങ്ങനെ തോന്നുക, ഭൂമി ചവിട്ടി പിളർത്തുന്നത് പോലെ, പർവ്വതങ്ങളോടും പൊങ്ങച്ചത്തിൽ നടക്കുന്നത് പോലെ പാടില്ല. ഭൂമിയിൽ വിനയത്തോടെ നടക്കണം. നിന്റെ ശബ്ദത്തിൽ മിതത്വം കാണിക്കണം. അലറിപ്പൊളിച്ച് നീ സംസാരിക്കരുത്. സമൂഹത്തിൽ മാന്യമായി ഇടപെടണം. ഇതെല്ലാം അഹങ്കാരം തൊട്ട് തീണ്ടാതിരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച നിഷ്കർഷതയാണ്. നമ്മുടെ മക്കൾക്ക്, ആധുനിക കാലഘട്ടത്തിലെ മക്കൾക്ക് ഇതറിയുന്നില്ല, ഇത് പഠിപ്പിക്കപ്പെടുന്നില്ല, തിരുത്തപ്പെടുന്നില്ല. ആളുകൾക്ക് മുമ്പിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, വഴിയോരങ്ങളിൽ എങ്ങനെ നിലകൊള്ളണം നമ്മുടെ മക്കൾക്കറിയില്ല.
ഇസ്ലാമിന്റെ സംസ്കാരവും പെരുമാറ്റവും സ്വഭാവ മൂല്യങ്ങളും അന്യം നിൽക്കുന്നു. അഹങ്കാരം നമ്മെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് മാത്രം നിങ്ങൾ കേൾക്കുക. അവസാനമായി അവിടുന്ന് പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഏറ്റവും വെറുപ്പുള്ള ആളുകൾ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അകലെയുള്ളവർ 3 വിഭാഗം ആളുകളാണ്. അസ്സർസാറൂൻ വൽ മുതശദ്ദിഖൂൻ വൽ മുതഫൈഹിഖൂൻ. 3 വിഭാഗം ആളുകൾ. ഒരു വിഭാഗം അവരന്യായമായി നാക്കിട്ടടിച്ച് കണ്ടതും കേട്ടതും തോന്നിയതുമെല്ലാം സംസാരിക്കുന്ന ആളുകൾ, അനാവശ്യമായി വാചാലമായി സംസാരിക്കുന്ന ആളുകൾ. വേറെ ചിലർ അവർ അസത്യത്തിനു വേണ്ടി ദീനിന്റെ യാതൊരു മേമ്പടിയുമില്ലാതെ സാഹിത്യം കലർത്തിയും പ്രഭാഷണ മികവോടും കൂടി നാക്കിട്ടടിക്കുന്നവർ. മറ്റൊരു വിഭാഗം ആളുകൾ അൽ മുതഫൈഹിഖൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹങ്കാരികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സംസാരത്തിൽ മിതത്വം പാലിക്കുക, അനാവശ്യങ്ങൾ സംസാരിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ വാതോരാതെ അമിത പ്രസംഗം നടത്താതെ നമ്മൾ നിലകൊള്ളുക എന്നതെല്ലാം അഹങ്കാരത്തിൽ നിന്ന് സുരക്ഷിതരാകാനുള്ള മാർഗമാണ്. അതിലുപരി അള്ളാഹുവിനോട് ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിനയാന്യതരായി മരിക്കാൻ, അഹങ്കാരത്തിന്റെ കറബാധിക്കാതെ അള്ളാഹുവിനെ വിനയാന്യതരായിട്ടുള്ള അടിമകളായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.